BMW വാഹനങ്ങൾ വഴിയിലായി കഴിഞ്ഞാൽ മെയിനായിട്ട് പലരും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു ഘടകമാണ് വാഹനം ന്യൂട്രലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് BMW വാഹനം ന്യൂട്രലാക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഒരു BMW 7 സീരീസ് ആണ്. വാഹനം സ്റ്റാർട്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി വാഹനത്തിൻ്റെ അകത്തുനിന്ന് ഒരിക്കലും ന്യൂട്രലാക്കാൻ സാധിക്കത്തില്ല. ചില മോഡലുകൾ നമുക്ക് ആക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മോഡൽ വാഹനങ്ങളുടെ ഈ ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളൊന്നും വാഹനത്തിൻ്റെ അകത്തുനിന്ന് ന്യൂട്രലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ട്രാൻസ്മിഷൻ ഓയിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലിഫ്റ്റിലോട്ട് ഉയർത്തിയിരിക്കുന്നത്. ട്രാൻസ്മിഷൻ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു നട്ട് ഇവിടെയുണ്ട്. അതേമാതിരി തന്നെ അതിൻ്റെ ഫില്ലർ നട്ട് മുകളിലും കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ എവിടെ നിന്നാണ് ഇത് ന്യൂട്രലാക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഒരു മാർക്ക് ചെയ്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു സ്ക്രൂ കാണാം. ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സൈഡിലുള്ള സ്ക്രൂ ഉണ്ടല്ലോ, അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് വാഹനം ന്യൂട്രലാകുന്നത്. ഞാനത് ടൈറ്റ് ചെയ്ത് ന്യൂട്രലാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നില്ല. എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ചില BMW വാഹനങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഒരു വൃത്തിയായിട്ടൊരു സെറ്റപ്പ് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഓഡി ആയിക്കോട്ടെ, റേഞ്ച് റോവർ ആയിക്കോട്ടെ, അതേമാതിരി തന്നെ ബെന്റ്ലി ആയിക്കോട്ടെ, അതിനൊക്കെ കൃത്യമായിട്ട് വാഹനത്തിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ നമുക്ക് എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ന്യൂട്രലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.